അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പ് വരുന്നു. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇടുക്കി ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഡാമിലേക്ക് നീരൊഴുക്കിന്റെ അളവ് കുറഞ്ഞതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138.75 അടിയായി താഴ്ന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കുമളിയിൽ യോഗം ചേർന്നു. അലക്സ് റാം മുഹമ്മദ് ഒപ്പം രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, തുലാവർഷം ശക്തമാവുകയാണ്. ഇനിയും വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളമുണ്ടാകും എന്നതാണ് മുന്നറിയിപ്പ്. അനുജ, ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തുലാവർഷം കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ബാക്കി 10 ജില്ലകളിലുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത ദിവസം, അതായത് ബുധനാഴ്ച, മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കനക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മറ്റന്നാൾ ബുധനാഴ്ച മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമായി ഏതാണ്ട് 5 ജില്ലകൾ, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. പെട്ടെന്നുണ്ടാകുന്ന മഴയായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന മഴ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പെയ്തു തീരുന്ന തരത്തിലാണ് മഴ ലഭിക്കുന്നത്. ആ തരത്തിൽ തന്നെ മഴ തുടരാനാണ് ഈ ദിവസങ്ങളിലും സാധ്യത. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഈ ദിവസങ്ങളിലും തുടരും. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത്, അറബിക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി അത് നാളെ വീണ്ടും ന്യൂനമർദ്ദമായി മാറിയേക്കും. കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ ഉയർന്ന ലെവലിൽ മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടാൻ കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.